ഷെജിലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നേന്ത്രപ്പഴം കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കണം, ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് തൊഴിച്ച് കൊടുക്കാം. ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോഴിമുട്ട നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പഴം ഇട്ട് കൊടുക്കാം. പഴം ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ. ഈ കോഴിമുട്ടയും പഴം നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ദോശ റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ദോശ റെഡിയാക്കി എടുക്കാം. ഒരു കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദോശ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോക്സ് ഷേപ്പിലാക്കി എടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് 2 ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.